നമ്മൾ ബാക്കിൽ കാലം വണ്ടി പോയി. നിങ്ങളുടെ കാലവണ്ടി ദൂരം, നമ്മളിവിടെ കാലം വണ്ടി എന്ന് പറയും. അതാ നോക്കൂ, ഒരു പയ്യനു ഒരു വള്ളം കണ്ട ഗൈസ്. വെള്ളം 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 വെള്ളമല്ല വെള്ളം. ഓ ഓടി. ടി എൻ രജിസ്ട്രേഷൻ വണ്ടിയാ. അതെ, ചേച്ചിയുടെ നന്ദനവയാട്ടോ വണ്ടി. എന്താ ചാടാതെ? ചാടിക്കൂടായിരുന്നു? അല്ലേ, പുള്ളിക്കൊക്കെ ചാടി ചാവാറുന്നല്ലേ. എന്തിനാ ജീവിച്ചിരിക്കുന്നു ഇങ്ങനെയൊക്കെ? ഗൈസ്, കോട്ടയം വണ്ടിയാണ്. നല്ല നല്ല കറുത്ത പകൾ പോകും. ഇപ്പൊ ഗൈസ് ഓടിക്കാതെ കയറി വന്നു. ഓ, ഇപ്പൊ കെ എസ് ആർ ടി സിയോട് ഇടിച്ചാണ്. നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന വിഷയം, ഈ കാലത്ത് സിൻസിയർ ലവ് ഇല്ല, സിൻസിയർ ആയിട്ട് റിലേഷൻഷിപ്പ് ഇല്ല. പെണ്ണുങ്ങൾ നല്ല ഒന്നുമല്ല, ആമ്പിളേര് മാത്രമല്ല. പെണ്ണുങ്ങളെ കാട്ടല്ല, പെമ്പിളാര് ചിലപ്പം എന്തോ വാശിപ്പുറത്തെ റിലേഷനിൽ കയറും. കുറച്ച് കഴിയുമ്പോ അത് മടുക്കും, അത് മടുത്തിട്ട് വേറെ റിലേഷനിൽ കയറും. അപ്പൊ ഇത്ര നാൾ പ്രേമിച്ച അവനാരായി? ശാപം. അവനെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അവൻ ചിലപ്പോ ആകെയിട്ടായിരിക്കും റിലേഷനിൽ കയറുന്നത്. അവൻ അതുപോലെ എഫേർട്ട് എടുക്കുന്നുണ്ടാവും. എന്നാ പിന്നെ അതൊന്നും മനസ്സിലാക്കും. അതില്ല, ഈ പെണ്ണുകൾ ഒരിക്കലും ആമ്പിളാരെ എഫേർട്ട് മനസ്സിലാക്കത്തില്ല. അതല്ല, ഈ ചില ആമ്പിളാര് പറഞ്ഞു കേട്ടിട്ടുണ്ടോ, എനിക്ക് എന്റെ എല്ലാ ആമ്പിളാരും ഒരേപോലെയാണ്, എല്ലാ ആമ്പിളാരും തേക്കാൻ വേണ്ടി മാത്രമുള്ളതാണ്. ഞാൻ ചോദിച്ച ഒറ്റ, നീ ഇതിന് എല്ലാ ആമ്പിളെ പ്രേമിക്കാൻ വേണ്ട കാര്യം എന്തുള്ളൂ? ഒരുത്തരെ പ്രേമിച്ചാൽ പോയായിരുന്നു. ഈ എല്ലാവരും പ്രേമിക്കുന്ന ഈ ഒരു കൺസെപ്റ്റ് വരുന്നത് അവർക്ക്. ഒരുത്തരെ പ്രേമിക്കണം, അല്ലാണ്ട് ഈ 10 പേരെ പ്രേമിക്കുന്നതുകൊണ്ടുള്ള പ്രശ്നമാണ് ഇതൊക്കെ വരുന്നത്. എന്നിട്ടൊരു വലിയ പട്ടം കിട്ടുകയും ചെയ്യും. അതിനെക്കാട്ടിയല്ലേ പ്രേമിക്കാനായിട്ടു. ഓരോക്കെ പറഞ്ഞ ആമ്പിളാരും പെട്ടികളാണ് ഇല്ലേ? പെമ്പിളാര് 10 പെമ്പിളാരെ പ്രേമിച്ചു കഴിഞ്ഞാൽ അവളുമാര് പെട്ടികളായ നമ്മൾ ആമ്പിളാരുടെ പെട്ടികളായി. പറഞ്ഞിട്ട് കാര്യമില്ല. അയ്യോ അയ്യോ, ഓ അതിനകത്തൊരു കുട്ടി ആപ്പിള് കഴിക്കുന്ന കയ്പ് കണ്ടു. ആ ആപ്പിൾ ഇന്ന് ഈ കൊച്ചു കോട്ടയം വരെ പോയി അത് അപ്പിഴത്തിട്ട് ചെറിയൊരു ആപ്പിളാ കഴിക്കുന്നത്. പക്ഷെ ആപ്പിൾ കഴിക്കുന്നത് കണ്ടുകഴിഞ്ഞാൽ കാണും നുള്ളിപ്പറിക്ക കഴിക്കുന്നത്. ഈ കാട്ടവരുടെ ഓട്ടച്ചണ്ടികളൊക്കെ കാണണം, മൈത്താണ്ടിയൊക്കെ ഒരിക്കലും ഇൻഡിക്കേറ്റർ എടുത്തില്ല. അല്ലെങ്കിൽ അതുപോലെ ഓടിക്കണം. നമ്മൾ പിന്നെ ഇൻഡിക്കേറ്റർ വർക്കാവാത്ത 8 വർഷത്തിന് പോലെ നമ്മൾ ഇന്നലെ ഇൻഡിക്കേറ്റർ റെഡിയാക്കും. അത് വേറെ കാര്യം. ചുങ്കത്ത് സർപ്രൈസ് ഇവ രണ്ടും കഥ തന്നെ. ഗൈസ്, അപ്പൊ നമ്മൾ മെഡിക്കൽ മിഷൻ എത്തിയിരിക്കുകയാണ്. നമ്മൾ മെഡിക്കൽ മിഷനാണ് ഇത്. 12ത്തേക്കൊന്നും പോകുന്നില്ല. 12ത്തിന് മുമ്പായിട്ട് നമ്മൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോവാം. വീട്ടിലേക്ക് പോയിട്ടിന് കാര്യമൊന്നുമില്ല, പക്ഷെ വീട്ടുകാർക്ക് വേണ്ടി കുറച്ച് പരിപാടി കൊടുക്കണം. അല്ലെങ്കിൽ ഇവനെ നമുക്ക് നാളെ ഒരു ചോദ്യമാവും. അപ്പൊ അതിനെക്കാട്ടി വേണം നമ്മൾ നേരെ വീട്ടിലേക്ക് പോവുക. താഴോട്ട് പോകായിരുന്നു. വീട്ടിലൊക്കെ തട്ടുക ഹീറോയുടെ ഒക്കെ ചമ്മന്തി കഴിവ്. അതെ, നമ്മൾ മെഡിക്കൽ മിഷനായിരിക്കും. വാവ്, അത് നോക്കുക ഗൈസ്, നന്മമരം. ആദ്യമായിട്ടൊരു ഓട്ടക്കാർ ഇൻഡിക്കേറ്റർ ഞാൻ കാണുന്നത്. അത് കൈ കാണിച്ച് ഇൻഡിക്കേറ്റർ ഇട്ട്. യെസ്, നമുക്ക് ഇൻഡിക്കേറ്റർ ഇല്ലാതെ കൈ കാണിക്കും. ഇതാണ് അവിടെ മെഡിക്കൽ മിഷൻ.